Students, and we can go to the next session of business management, and we have started with the concepts of management. നമ്മൾ ചേഞ്ച് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചേഞ്ച് മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ കണ്ടത്. അതിൽ നമ്മൾ എന്താണ് ചേഞ്ച് മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ പ്രോസസ് ഓഫ് ചേഞ്ച് മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, കമ്പോണൻസ് ഓഫ് ചേഞ്ച് മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുവന്നിരുന്നത്. ആ കമ്പോണൻസിൽ തന്നെ പ്രധാനപ്പെട്ട ആദ്യത്തെ കമ്പോണൻറ്റ് നമ്മൾ കണ്ടിരുന്നു. അതിൽ ടൈപ്പ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് ചേഞ്ച് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചേഞ്ച് മാനേജ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ടാസ്ക് മാനേജ്മെൻറ്റ്, സ്ട്രക്ചറൽ മാനേജ്മെൻറ്റ്, ടെക്നോളജിക്കൽ മാനേജ്മെൻറ്റ്, ടെക്നോളജിക്കൽ ചേഞ്ച് ആൻഡ് ലൈക്ക് വൈസ് ബിഹേവിയറൽ ചേഞ്ച് നമ്മൾ കണ്ടതാണ്. ഇനി നമുക്ക് പോകാനുള്ളത് ഈ ചേഞ്ച് മാനേജ്മെൻറ്റിൻ്റെ തന്നെ ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള കമ്പോണൻറ്റിലേക്കാണ്. ആ കമ്പോണൻറ്റിൻ്റെ പേരെന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ചേഞ്ച് മാനേജ്മെൻ്റ് ആണ്. പ്രോസസ് ഓഫ് ചേഞ്ച് എങ്ങനെയാണ് നമ്മളത് പ്രാക്ടിക്കലി നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുക അല്ലേ? അത് അവിടെ കർട്ട് ലെവിൻ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് തിങ്കർ ഉണ്ട്. ആ കർട്ട് ലെവിൻ്റെ അഭിപ്രായത്തിൽ ദർ ആർ മെയിൻലി 3 stages ഇൻ ദ പ്രോസസ് ഓഫ് ചേഞ്ച് മാനേജ്മെൻറ്റ്. ചേഞ്ച് മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ 3 പ്രധാനപ്പെട്ട സ്റ്റേജുകളാണ് ഉള്ളത്. ആൻഡ് ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് നോൺ ആസ് അൺഫ്രീസിങ്, ആൻഡ് ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് നോൺ ആസ് ചേഞ്ചിങ്, ആൻഡ് ദ തേർഡ് സ്റ്റേജ് ഈസ് നോൺ ആസ് റീഫ്രീസിങ്. These are the 3 important stages in change management. ഏതാ പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് it is known as unfreezing. And in these 3 stages, the most practically difficult to implement stage is this first stage, that is unfreezing stage. And what do you mean by unfreezing? When we are doing a particular thing for a long time, and we will not be ready to shift from that particular activity, and we all human beings always want to stick on to that activity, and അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നും മാറാൻ തീർച്ചയായിട്ടും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. മാറ്റിയെടുക്കണം നമ്മളെ. ആ മാറ്റിയെടുക്കുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണെന്ത്? അൺഫ്രീസിങ്. ഫ്രീസ് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻ നമുക്കറിയാം അല്ലേ? ഇപ്പോൾ ഫ്രീസറിൽ ഒരു സംഗതി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ മരവിച്ച് കട്ടയായിട്ട് പോകും. അപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സാധനത്തിന് പെട്ടെന്നൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ച് കുറേ നേരം പുറത്തെടുത്ത് വെച്ചിട്ടൊക്കെയാണ് അതിനെ എന്ത് ചെയ്യുക, അൺഫ്രീസ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഈ നമ്മളിപ്പോൾ 3 സ്റ്റേജുകൾ ആ പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞപ്പോൾ ആ 3 സ്റ്റേജുകളിലും ഈ അൺഫ്രീസ് ചെയ്യുക എന്ന് പറയുന്ന സ്റ്റേജാണ് ഏറ്റവും ദുഷ്കരമായിട്ടുള്ള സ്റ്റേജ്. ട്രഡീഷണലായിട്ട് നമ്മൾ റൊട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസസ്, ഹോബീസ്, നമ്മുടെ ഡെയിലി നമ്മുടെ കസ്റ്റംസ്, അതൊക്കെ വിട്ടുപോരാനായിട്ട് നമ്മൾ തയ്യാറാകാതെ വരുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ടേം നമ്മൾ യൂസ് ചെയ്തിരുന്നു. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറയുന്നൊരു ടേം നമ്മൾ യൂസ് ചെയ്തിരുന്നു. ആ റെസിസ്റ്റൻസ് ടു ചേഞ്ച് അവിടെയാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരിക, ഫേസ് ചെയ്യേണ്ടി വരിക. ആ ഒരു അൺഫ്രീസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ എളുപ്പമായി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആൻഡ് ചേഞ്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. വീണ്ടും അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് അവർ പോവരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് അവരെ മോസ്റ്റ്ലി അട്രാക്റ്റഡ് ആയിട്ട് നിർത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെ, മോസ്റ്റ്ലി അവരെ അതിൽ പിടിച്ചു നിർത്താനായിട്ട് എന്തൊക്കെ നമുക്ക് എൻവയോൺമെൻറ്റ് ഒരുക്കി കൊടുക്കാനായിട്ട് സാധിക്കും, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ദെൻ ദേ വിൽ റീഫ്രീസ്. അൺഫ്രീസ് ചെയ്ത ആൾക്കാരെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കൊടുത്ത ചേഞ്ചിലേക്ക് നമുക്ക് റീഫ്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദീസ് ആർ ദ 3 important stages in change management which had been identified by Kurt Lewin, and he's an important and famous management thinker. Okay, and next we can see, നമ്മൾ പറഞ്ഞു അൺഫ്രീസിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ സാധ്യത അവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് ഈ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്? ഈ ചേഞ്ചിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് ഈ റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറയുന്ന വലിയ ഭീകരമായിട്ടുള്ളൊരു കാര്യം നമുക്ക് നേരിടേണ്ടി വരുന്നത്. എന്തുകൊണ്ട്? വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ദിസ് റെസിസ്റ്റൻസ്?
And why all employees, either individually or collectively, resisting a change inside the business organization? എന്തുകൊണ്ട് അവർ റെസിസ്റ്റ് ചെയ്യുന്നു? ആ റെസിസ്റ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് കാരണങ്ങളാണ് നിങ്ങൾക്കിവിടെ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് റീസൺ ഈസ് ദാറ്റ് എംപ്ലോയീസ് റെസിസ്റ്റ് ചേഞ്ച് വിച്ച് ദേ തിങ്ക് വിൽ വർക്ക് അഗെയിൻസ്റ്റ് ദെയർ ഹാബിറ്റ്സ്, എക്സ്പീരിയൻസസ്, പെർസെപ്ഷൻസ്, customs, beliefs and values. Employees think that they will go in contrary to their own beliefs. അവർ അത്രയും നാളും വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുമോ എന്നുള്ള പേടി. എഗെയിൻസ്റ്റ് ദെയർ എക്സ്പീരിയൻസസ്, അതുവരെയും അവർ എക്സ്പീരിയൻസ് ചെയ്തതിൽ നിന്നും വ്യത്യസ്തമാകുമോ എന്നുള്ള പേടി. ആൻഡ് ഇറ്റ് മേ ഗോ എഗെയിൻസ്റ്റ് ദെയർ കസ്റ്റംസ്, ദെയർ ഹോബീസ്. അല്ലെ, അവരത്രയും നാളും അനുവർത്തിച്ചു പോന്നിരുന്ന അവരുടെ ഹോബീസ്, അവരുടെ കസ്റ്റംസ്, അതിൽ നിന്നും തെന്നി മാറിപ്പോവാൻ സാധ്യതയുണ്ടോ എന്നുള്ള പേടി. അതാണ് ഫസ്റ്റ് റീസൺ എന്തുണ്ടാവാനായിട്ടുള്ള ഈ റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടാകാനായിട്ടുള്ള ആദ്യത്തെ റീസൺ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറഞ്ഞത്. ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് ദാറ്റ് employees resist change which they think will alter their established human relationships in the organizations. All employees, you may have studied about informal relationships or informal organization structure. Okay, and in this informal organization structure, people may communicate and people may interact with those persons or with those employees whom they love more, or with whom they have a cordial and a deeper റിലേഷൻഷിപ്പ്. അങ്ങനെയുള്ള ആൾക്കാരായിട്ടാണ് നമ്മൾ ഇൻഫോർമൽ റിലേഷൻഷിപ്പ്. എത്ര ഫോർമൽ സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ ചില വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകൾ അവർ ഫോം ചെയ്തെടുക്കും. അത് ഫോം ചെയ്യുന്നത് ചിലപ്പോൾ ഒരേ ഡിപ്പാർട്ട്മെൻ്റ് ആവുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരേ സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരേ ഹ്യൂമൻ ടേസ്റ്റുകൾ വരുന്നതുകൊണ്ടായിരിക്കും, ചില ഹോബീസ് കോമൺ ആയിട്ട് വരുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ തമ്മിലുള്ള ഹ്യൂമൻ റിലേഷൻ. അപ്പോൾ പുതിയൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്സിനെ അത് ബാധിക്കുമോ? അല്ലേ, ചില ആൾക്കാർ ഇപ്പോൾ നിങ്ങളിൽ തന്നെ പലരും സെൻറ്റ് ജോസഫ്സ് കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. എന്തായിരിക്കാം, നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് അവിടെ പഠിക്കുന്നുണ്ടായിരിക്കാം, അല്ലേ. 10ാം ക്ലാസ് വരെ പഠിച്ച അത്രയും ഫ്രണ്ട്ഷിപ്പുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഇവിടെ ജോയിൻ ചെയ്ത് അതുകൊണ്ട് മാത്രം പഠിക്കുന്നവരുണ്ടായിരിക്കാം, ഇല്ലേ. അല്ലേ, അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയുള്ള ഹ്യൂമൻ റിലേഷൻഷിപ്പുകൾക്കുള്ളത്. അപ്പോൾ ഒരു ചേഞ്ച് വരാനായിട്ട് ഇങ്ങനെ ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള ചേഞ്ചസ് പൊതുവെ ആർക്കും ഇഷ്ടമല്ല, അല്ലേ. അപ്പോൾ ഒരു ടീമിൽ നിന്ന് മാറ്റി നമ്മൾ വേറൊരു ടീമിലേക്ക് ഇടാത്ത, ആ ടീമായിട്ട് ഭയങ്കര ക്ലോസ് റിലേഷൻഷിപ്പായിരുന്നു, ആ ടീം മാറ്റി വർക്കിന് അലോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറൊരു ടീമിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് താല്പര്യമുണ്ടോ? ആദ്യത്തെ 1-2 ദിവസമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ. അതേസമയം പിന്നീട് അതിനോട് നമ്മൾ എന്ത് ചെയ്ത് വരും, അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ടാണ് ചേഞ്ച്. അപ്പോൾ അതുവരെയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിലേഷൻഷിപ്പുകളെ മാറ്റേണ്ടി വരുമോ എന്നുള്ള ഒരു പേടി. ആ പേടിയും എന്തിന് ഒരു കാരണമാണ്, റെസിസ്റ്റൻസ് ടു ചേഞ്ചിനൊരു കാരണമാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, എംപ്ലോയീസ് ആൾസോ റെസിസ്റ്റ് ടെക്നോളജിക്കൽ ചേഞ്ചസ് ബിക്കോസ് ദേ ഫിയർ ദാറ്റ് it may destroy the public image of their job, increase discipline in the workplace, or it may throw them out of the employment, especially if there is a technological development. അല്ലേ, പുതിയ ഒരു ഡെവലപ്മെൻറ്റ്, അതും ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് വരുന്ന സമയത്ത് ചില ആൾക്കാർക്ക് അത് താല്പര്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം, ആ ടെക്നോളജി ചിലപ്പോൾ നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്തിട്ട് ചെയ്തിരുന്നൊരു പണിയായിരിക്കാം അതുവരെ, അല്ലേ. അപ്പോൾ ഒരു ടെക്നോളജിയുടെ സഹായം എനിക്ക് കിട്ടുമ്പോൾ അതിൻ്റെ അർത്ഥം പകുതി പണി ടെക്നോളജി തന്നെയാണ് ചെയ്യുന്നത്, അല്ലേ. ബാക്കി പകുതിയെ ഞാൻ ചെയ്യുന്നുള്ളൂ. അത് എൻ്റെ തന്നെ ആ ഒരു എംപ്ലോയ്മെൻ്റ് അല്ലെങ്കിൽ ആ ഒരു ജോബിൻ്റെ ആ ഒരു ഇമേജിനെ കുറയ്ക്കുമോ എന്നുള്ളൊരു പേടി ചിലപ്പോൾ എനിക്ക് ഉണ്ടായിന്ന് വരാം, അല്ലേ. ഇനി ചില ടെക്നോളജിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അങ്ങനെയുള്ള പേടിയായിരിക്കില്ല. ചിലപ്പോൾ നമുക്ക് ചില മെഷീനറികൾ യൂസ് ചെയ്യേണ്ടി വരുമോ, ഇപ്പോൾ കമ്പ്യൂട്ടർ ഒക്കെ ഉള്ള ഇതൊക്കെ ആണെങ്കിൽ ആ കമ്പ്യൂട്ടർ എനിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല, അപ്പോൾ ഇത് കമ്പ്യൂട്ടർ എനിക്ക് യൂസ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള പേടി, അത് ചിലപ്പോൾ ഒരു റെസിസ്റ്റൻസിന് എന്താവാം കാരണമാവും. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കുറച്ചും കൂടി ഹാർഡ് വർക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി കോൺട്രിബ്യൂഷൻ ആവശ്യപ്പെടുന്ന ചിലപ്പോൾ ചില ടെക്നോളജികൾ ഒന്നുകൂടി നീ പഠിച്ചെടുത്താൽ, ആ ടെക്നോളജി പഠിച്ചാലേ നമുക്കതിൽ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ആ സോഫ്റ്റ്വെയറിനെ കുറിച്ച് മനസ്സിലാക്കിയാലേ നമുക്കത് പഠിക്കാം. അപ്പോൾ ഒരു എക്സ്ട്രാ വർക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എന്ത് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം. എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻ ആവശ്യം, എനിക്കത് അതിനോട് വലിയ താല്പര്യം. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഹാർഡ് വർക്ക് വേണ്ടി വരും. സോ എനിക്കതിന് താല്പര്യമില്ല. സോ അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജിക്കൽ ചേഞ്ചസിനോടുള്ളൊരു വിമുഖത ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാം, എംപ്ലോയീസിൻ്റെ ഭാഗത്ത്. അപ്പോൾ അതും ഒരു കാരണമായിട്ട് എന്ത് ചെയ്യുന്നു, പറയുന്നു. ഓക്കെ. അല്ലെങ്കിൽ അവിടെ ഐ മേ ബി ത്രോൺ, ഇപ്പം ഞാനത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ അവസാനമായിട്ടൊരു വാക്ക് അവിടെ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് ഇറ്റ് മേ ത്രോ ദെം ഔട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പഠിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ ആ കോഴ്സ് പഠിച്ചില്ല, ഞാൻ ആ ക്വാളിഫിക്കേഷൻ ഞാൻ ഒബ്റ്റെയിൻ ചെയ്തില്ല, തീർച്ചയായിട്ടും എന്നെ ജോലിയിൽ നിന്ന് എന്ത് ചെയ്യും, പുറത്താക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ആവുന്നത് ആ മാറ്റം വരാണ്ടിരുന്നു കഴിഞ്ഞാൽ അത്രയും കാലം എനിക്ക് ജോലിയിൽ എന്ത് ചെയ്യാം, പിടിച്ചു നിൽക്കാലോ എന്നുള്ള ആഗ്രഹം. അപ്പം ആ മാറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുക, പ്രതിരോധിക്കുക. സോ these are the important reasons behind this resistance to change. അല്ലേ? എങ്കിലും ഇത് എത്ര റെസിസ്റ്റൻസ് ഉണ്ടായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ റെസിസ്റ്റൻസിനെ ഇല്ലാതാക്കാതെ മാർഗമൊന്നുമില്ല. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ടെക്നോളജി ആയാലും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആയാലും അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെ? അപ്ഡേറ്റ് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യണം. റീസെൻ്റ് ആയിട്ടുള്ള കാലത്തിനനുസരിച്ചിട്ടുള്ള പാറ്റേണുകളായിരിക്കണം അയാൾ എന്ത് ചെയ്യേണ്ടത്, സ്വീകരിക്കേണ്ടത്. സോ ചേഞ്ച് ഈസ് ആൻ ഇന്നെവിറ്റബിൾ പാർട്ട്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ചേഞ്ച് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ കണ്ടതാണ്. അതേസമയം തന്നെ അതിൽ ആ ഒരു എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷനും കൂടി അതിലേക്ക് ഉറപ്പ് വരുത്തുക, അതിൽ കൺഫേം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ വക കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഇനി റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഉണ്ടായാൽ വി ഷുഡ് ഇൻട്രൊഡ്യൂസ് സം മെത്തേഡ്സ് ടു ഓവർകം ചെയ്യാനായിട്ടല്ല, ആ ഒരു റെസിസ്റ്റൻസിനെ നമ്മൾ ഓവർകം ചെയ്യണം. ഈ അൺഫ്രീസിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിനെ ഏറ്റവും ദുഷ്കരമാക്കുന്നത് ഈ വക പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത്. ഈ ഓവർകമ്മിങ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റി അവിടെ നടക്കുന്നത് കൊണ്ടാണ് അൺഫ്രീസിങ് എളുപ്പമല്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതിൽ കേർട്ട് ലെവിൻ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ പറയുന്നുണ്ട്. അതായത് ഒരു ചേഞ്ച് ഉണ്ടാവുമ്പോൾ സാധാരണ രീതിയിൽ അതിന് മിക്കവാറും ഒരു 90% അല്ലെങ്കിൽ ഒരു 75% ഉണ്ടാകാവുന്നത് റെസിസ്റ്റൻസ് ആണ്. എല്ലാത്തിൻ്റെയും കാര്യമല്ല പറയുന്നത്, ഒരു കോമൺ ആയിട്ടുള്ളൊരു റീഡിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യണത് പറയുന്നത്. ബാക്കി 25% മാത്രമേ അതിനോട് ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ എന്താ പറയുക, അതിനെ ആ ഒരു ചേഞ്ചിനെ പുഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ചേഞ്ചിനെ സഹായകരമാകുന്ന, അതിനെ ഫേവർ ചെയ്യുന്ന ഫോഴ്സ് അവിടെ വളരെ കുറവായിരിക്കും. അപ്പോൾ രണ്ട് ഫോഴ്സുകൾ അവിടെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒന്ന് റെസിസ്റ്റിംഗ് ഫോഴ്സ്, മേജറായിട്ടുള്ള ഫോഴ്സ് റെസിസ്റ്റിംഗ് ഫോഴ്സ്. രണ്ടാമത്തെ പുഷിംഗ് ഫോഴ്സ്. ചേഞ്ചിനെ പുഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫേവർ ചെയ്യുന്ന ഫോഴ്സും റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സും ഉണ്ടാവാനായിട്ടുള്ള സാധ്യത അവിടെയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം, ഒരു ബിസിനസ് മാനെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യേണ്ടത്? റെസിസ്റ്റൻസിൻ്റെ ആ ഡ്രൈവിംഗ് ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സ്ട്രെങ്ത്ത് നമ്മളാവുന്നതും അതിനെ വീക്കൻ ചെയ്യുക. ഇപ്പോൾ എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു 100 എംപ്ലോയീസ് ഉണ്ട്, അതിൽ 80 പേരും അതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ 80 പേരെയും വിളിച്ചു കൂട്ടി അവരുടെ മീറ്റിംഗ്, കോമൺ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക, അതോടൊപ്പം തന്നെ പേഴ്സണൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അവരോട് കാര്യങ്ങൾ ആരായുകയും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ എതിർക്കണേന്ന് ചോദിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ? ഓരോ ഓവർകമ്മിങ് നടത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പതുക്കെ ഓരോ സ്റ്റേജ് കഴിയും തോറും ആ ഒരു സ്ട്രെങ്ത്ത്, ആ റെസിസ്റ്റൻസിൻ്റെ സ്ട്രെങ്ത്ത് പകുതി ഇപ്പോൾ ചിലപ്പോൾ ആദ്യം തന്നെ അവർ ചിലപ്പോൾ സമരത്തിനൊക്കെ പോയിന്ന് വരും. എങ്കിലും കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ഓവർകമ്മിങ് മെത്തേഡ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ പതുക്കെ സപ്രസ് ചെയ്ത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിന് ടാക്ടിക്സ് വേണം ആർക്ക്? മാനേജേഴ്സിന്. അല്ലാതെ അവരിങ്ങനെ ആളി പടർത്തല്ല ചെയ്യേണ്ടത്. ആ റെസിസ്റ്റൻസിന് ഒരിക്കലും നമ്മൾ ആളി പടർത്താൻ പാടില്ല.
അല്ലേ? നമ്മൾ എന്തു വന്നാലും നമ്മളത് ചെയ്തിരിക്കും എന്നുള്ള പിടിവാശിയൊന്നും ആർക്കുണ്ടാവരുത്. മാനേജേഴ്സിന് ഉണ്ടാകാൻ പാടില്ല, ബിസിനസ്സുകാർക്ക്, ഓണേഴ്സിന് അത് തീർച്ചയായിട്ടും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിലൂടെ മാക്സിമം അവരെ സഹകരിപ്പിച്ചുകൊണ്ട്, മാക്സിമം അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നു, അതിന് നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും, ഇതൊക്കെ അവരോടും കൂടി അഭിപ്രായം എടുത്തുകൊണ്ട് നമുക്ക് അവരുടെ പതുക്കെ ആ റെസിസ്റ്റൻസിനെ എന്താക്കാനായിട്ട് സാധിക്കും, ഇല്ലാതാക്കാൻ. ഇത് വീക്കൻ ചെയ്യുന്നതോടുകൂടി പുഷിംഗ് ഫോഴ്സ് പതുക്കെ എന്ത് ചെയ്തോളും, സ്ട്രെങ്തൻ ചെയ്തോളും, അല്ലേ? ആദ്യത്തെ സമയത്ത് 80 പേര് റെസിസ്റ്റൻസും ബാക്കി 20 പേരാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നുള്ളൂ. അതേസമയം 2 മീറ്റിംഗ് കഴിഞ്ഞതോടുകൂടി അത് 30 പേര് റെസിസ്റ്റൻസും ബാക്കി 70 പേര് അതിനെ അനുകൂലിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ നല്ല നല്ല ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പതുക്കെ നമ്മുടെ വരുതിയിലേക്ക് എന്ത് ചെയ്തോളും, വന്നോളും. സോ ഇവിടെ 3 സ്റ്റെപ്പുകളാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, ബൈ ഇൻക്രീസിങ് ദി സ്ട്രെങ്ത് ഓഫ് ഡ്രൈവിംഗ് ഫോഴ്സ്. ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യുക, കൂട്ടുക. രണ്ടാമത്, ബൈ റെഡ്യൂസിങ് ദ സ്ട്രെങ്ത് ഓഫ് റിസ്ട്രെയിനിങ് ഫോഴ്സ് ഓർ റെസിസ്റ്റൻസ് ഫോഴ്സ്. റിസ്ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അകന്ന് മാറാനായിട്ടുള്ളൊരു ടെൻഡൻസി, അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി. ആ റിസ്ട്രെയിനിങ് ആയാലും റെസിസ്റ്റൻസ് ആയാലും അതിൻ്റെ സ്ട്രെങ്ത്തിനെ എന്ത് ചെയ്യുക, വീക്കൻ ചെയ്യുക. ആൻഡ് മോഡിഫൈങ് ദ ഡയറക്ഷൻ ഓഫ് എ ഫോഴ്സ്, അതിനെ മോഡിഫൈ ചെയ്ത് വിടുക. അത് ഡ്രൈവിംഗ് ഫോഴ്സ് ആയാലും റെസിസ്റ്റൻസ് ഫോഴ്സ് ആയാലും അതിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്യുന്നതിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധ എന്ത് ചെയ്യുക, കേന്ദ്രീകരിക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ചേഞ്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, 2-3 പോയിന്റ്സുകളും കൂടി ഇവിടെ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എംപതി ആൻഡ് സപ്പോർട്ട്. Empathy and support. The manager should show that much empathy to the employees. Empathy എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം. മാത്രമല്ല അവരുടെ മാക്സിമം വെൽഫെയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചേഞ്ച് കൊണ്ടുവരുന്നതെന്ന് അവരെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തണം. ആൻഡ് മാക്സിമം സപ്പോർട്ട് ആൻഡ് വെൽഫെയർ ഓഫ് ദി എംപ്ലോയീസ് ഇസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ദിസ് ചേഞ്ച് എന്നുള്ളത് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ എന്ത് ചെയ്തോളും, നിന്നോളും. ലൈക്ക്വൈസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾസോ നെസസറി. കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു റെസിസ്റ്റൻസ് നടക്കണം എന്നുണ്ടെങ്കിൽ, റെസിസ്റ്റൻസ് അല്ല, ഓവർകമ്മിങ് ഓഫ് റെസിസ്റ്റൻസ് അവിടെ നടക്കണം എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ? ഓരോരുത്തരെയും അറിയിക്കാനുള്ള കാര്യങ്ങൾ അറിയിക്കേണ്ട സമയത്ത് നമുക്ക് അറിയിക്കാൻ പറ്റിയിരിക്കണം. അല്ലാതെ നാളെ തൊട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, ചേഞ്ച് ആവാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് ആരും സമ്മതിച്ചു തരില്ല, എംപ്ലോയീസ് അത് സമ്മതിച്ച് തരില്ല. സോ കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ചേഞ്ചിൻ്റെ തുടക്കം മുതൽ തന്നെ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കൃത്യമായിട്ട് ആരെ അറിയിച്ചിരിക്കണം, എംപ്ലോയീസിനെ അറിയിച്ചിട്ട് അവരുടെയും കൂടി സമ്മതത്തിലേ അത് ചെയ്തു തുടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള റെസിസ്റ്റൻസ് അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, നേരിടേണ്ടി വരില്ല. ആൻഡ് നെക്സ്റ്റ് വൺ, പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻവോൾവ്മെൻറ്റ്, അവരുടെ പാർട്ടിസിപ്പേഷനും അവരുടെ ഇൻവോൾവ്മെൻറ്റും ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ അവരെയും കൂടി നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, നോക്കേണ്ടി വരില്ല, വേറൊന്നും നമുക്കൊരു പ്രശ്നമായി തീരില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ചേഞ്ച് മാനേജ്മെൻറ്റ്. ഏതാ നമ്മൾ കണ്ടത്, അതിൻ്റെ കമ്പോണൻസ് കണ്ടപ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റ് നമ്മൾ ടൈപ്പ് ആൻഡ് ഡയമെൻഷൻ ഓഫ് ചേഞ്ച് ആണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഡയമെൻഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ കമ്പോണൻ്റ് ആയിട്ട് നമ്മൾ കണ്ടത് ഏതായിരുന്നു, പ്രോസസ് ഓഫ് ചേഞ്ച് ആയിരുന്നു. അതിൽ തന്നെ ആ പ്രോസസ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കാനുള്ളത് റെസിസ്റ്റൻസ് ടു ചേഞ്ചിനും അതോടൊപ്പം തന്നെ ഹൗ ടു ഓവർകം ദ റെസിസ്റ്റൻസ് ടു ചേഞ്ചിനുമാണ്. ആ സ്റ്റേജസുകളാണ് അല്ലെങ്കിൽ ആ പോയിന്റുകളാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോകാം. രണ്ടാമത്തെ കമ്പോണൻറ്റ് അവിടെ അവസാനിച്ചു. ആൻഡ് മൂന്നാമത്തെ കമ്പോണൻറ്റ് എന്താ, നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു. ഇന്നലെ മീൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു മൂന്നാമത്തെ കമ്പോണൻറ്റ് ഏതാണ് കമ്പോണൻറ്റ്, ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ഓഫ് ചേഞ്ച്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ഏത് ടൈപ്പ്, ഏത് ഡയമെൻഷൻ ഓഫ് ചേഞ്ച് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. രണ്ടാമത്തതിൽ നമ്മൾ അതിൻ്റെ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്തു, അതിൽ പ്രധാനമായ റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ റെസിസ്റ്റൻസിനെ നമ്മൾ ഓവർകം ചെയ്യുകയും ചെയ്തു.
അങ്ങനെയാണെങ്കിൽ ആ റെസിസ്റ്റൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യാവുന്നതാണ്? വി ക്യാൻ ഇൻട്രൊഡ്യൂസ് പ്രാക്ടിക്കലി വി ക്യാൻ ഇൻട്രൊഡ്യൂസ് ദ ചേഞ്ച് in our organization. But at the same time, we should see that there are mainly two important methods in the introduction of change. Change introduce ചെയ്യുമ്പോൾ പ്രധാനമായും അവിടെ രണ്ട് പ്രധാനപ്പെട്ട മെത്തേഡുകളുണ്ട്. The first method is known as a directive method and the second method is known as participation method. Directive method and participation method. And what do you mean by directive and what is participation? എന്താണ് ഡിറക്റ്റീവ്? അതിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ മീനിങ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഡിറക്റ്റീവ് മെത്തേഡ്? ഡിറക്റ്റീവ് മെത്തേഡ് ഈസ് ദാറ്റ് മെത്തേഡ് ഇൻ വിച്ച് the managers tells about the change, the introduction of change to the subordinates and the subordinates obey it. And in this method there is no adequate scope for the employees to tell their or to express their opinions, to express their suggestions regarding the change which is going to be introduced in the organization. So that's the directive method. And what is participation method? Participation method means the managers of the organization, by giving adequate time to the employees, by giving adequate communication to the employees, and by giving a chance to the employees to understand about the change and to understand the effects of change to their employment, at the same time their personal effects also. And all these are taken, and all these are, for all these purposes they are given adequate and ample time, and after that with their involvement and by collecting their suggestions and opinions, we are going to introduce the change. That method is known as പാർട്ടിസിപ്പേഷൻ മെത്തേഡ്. അപ്പോൾ രണ്ട് മെത്തേഡാണ് അല്ലേ? നേരെ ഡിറക്റ്റീവിൻ്റെ നേരെ ഓപ്പോസിറ്റ് മെത്തേഡാണ് പാർട്ടിസിപ്പേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓർഗനൈസേഷനിൽ തീരുമാനിക്കുകയാണ്, ഐ വിൽ ഇൻട്രൊഡ്യൂസ് ഓൺലി പാർട്ടിസിപ്പേറ്റീവ് മെത്തേഡ് ബിക്കോസ് ഐ ഓൾവേസ് വാണ്ട് ദ കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് മൈ എംപ്ലോയീസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി പ്രാക്ടിക്കലി നടക്കില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. പഠിക്കുമ്പോൾ നമുക്ക് ഓരോ പേജ് ബൈ പേജ് ആയിട്ട് അല്ലെങ്കിൽ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് പഠിക്കാം എന്നല്ലാതെ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ്ലി അത് അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡയറക്റ്റീവ് മെത്തേഡ്, ഞാൻ പറയുന്നു മറ്റുള്ളവരനുസരിക്കുക, അത് ചെയ്യുക. നോ നീഡ് ഓഫ് ദെയർ കമ്മ്യൂണിക്കേഷൻ, നോ നീഡ് ഓഫ് ദെയർ ഇൻവോൾവ്മെൻറ്റ് ഇൻ ദിസ് പ്രോസസ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനി വി ഹാവ് ടു കൺസിഡർ സം ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. ആൻഡ് ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്, ഒരു ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അത്യാവശ്യം സമയമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷനോടുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതേസമയം നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഓർഡർ വരികയാണ്, ഫ്രം ടുമോറോ ഇറ്റ് സെൽഫ് യു ഷുഡ് ഇൻട്രൊഡ്യൂസ് ദാറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിനോട് പറഞ്ഞ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ്, അത് വേറെ കാര്യം. അതേസമയം അവരുടെ അഭിപ്രായങ്ങളും ഇതൊക്കെ കേട്ടിരുന്ന് അത് ചെയ്യാനുള്ള സമയം നമുക്കുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് പെട്ടെന്ന് അവരോട് ഇൻസ്ട്രക്ട് ചെയ്യേണ്ടി വരും, ഡയറക്റ്റ് ചെയ്യേണ്ടി വരും. ദേ ആർ ഒബ്ലൈജ്ഡ് ടു ഒബേ ഓൾ ദോസ് തിങ്സ് ആൻഡ് നെക്സ്റ്റ് ഡേ ഇറ്റ് സെൽഫ് ദാറ്റ് ചേഞ്ച് വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഓർഗനൈസേഷൻ. മനസ്സിലായോ? അപ്പോൾ സമയത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച്, എംപ്ലോയീസിൻ്റെ ആ ഒരു എക്സ്പെർട്ടൈസിനനുസരിച്ച്, മാനേജേഴ്സിൻ്റെ എക്സ്പെർട്ടൈസിനനുസരിച്ച്, നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച്, നേച്ചർ ഓഫ് വർക്കിനനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസമുണ്ട്. എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ പാർട്ടിസിപ്പേറ്റീവ് മെത്തേഡ് ആയാലും ഈ ഡിറക്റ്റീവ് മെത്തേഡ്. അപ്പോൾ രണ്ട് മെത്തേഡുകൾ എന്ത് തന്നെയായാലും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഡയറക്റ്റീവ് മെത്തേഡുണ്ട്, പാർട്ടിസിപ്പേറ്റീവ് മെത്തേഡുണ്ട്. പക്ഷെ അത് ഏതൊക്കെ എപ്പോഴൊക്കെയാണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്? നേരത്തെ ഞാൻ പറഞ്ഞു, കംപ്ലീറ്റ് ആയിട്ട് ഒരെണ്ണം മാത്രമായിട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ചില സമയത്ത് ഇത്, ചില സമയത്ത് അത്, അല്ല ചിലപ്പോൾ ഡിറക്റ്റീവ് മെത്തേഡ്, ചിലപ്പോൾ ഏത് മെത്തേഡ്? പാർട്ടിസിപ്പേറ്റീവ് മെത്തേഡ്. നമുക്കറിയാം ഡയറക്റ്റീവിനേക്കാളും എന്തുകൊണ്ടും നല്ലത് പാർട്ടിസിപ്പേറ്റീവ് ആണെന്ന് നമുക്കൊക്കെ അറിയാം. അതേസമയം എല്ലായ്പ്പോഴും അത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചുവെന്ന് വരില്ല, ഫോളോ ചെയ്യാൻ സാധിച്ചുവെന്ന് വരില്ല. ദെൻ അപ്പോൾ നമ്മൾ ചില ഫാക്ടേഴ്സ് എന്ത് ചെയ്യേണ്ടി വരും? കൺസിഡർ ചെയ്യേണ്ടി വരും. ദെൻ നമുക്ക് ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ദി ഫസ്റ്റ് ഫാക്ടർ ഈസ് എംപ്ലോയീസ് മെച്യൂരിറ്റി ലെവൽ. എംപ്ലോയീസിൻ്റെ മെച്യൂരിറ്റി ലെവൽ, അതായത്
നമ്മുടെ എംപ്ലോയീസ് ചിലപ്പോൾ നമ്മളെക്കാളും വിവരവും നമ്മളെക്കാളും നല്ല അവെയർനെസ്സും അപ്ഡേറ്റഡ് ആക്കിയുള്ള നോളജൊക്കെ ഉള്ളവരായിരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ നല്ല മെച്യൂരിറ്റി ലെവലുള്ള നല്ല കപ്പാസിറ്റിയുള്ള നല്ല എക്സ്പേർട്ടായിട്ടുള്ള എംപ്ലോയീസാണ് നമുക്കുള്ളതെങ്കിൽ നിങ്ങൾ പറയും ഏത് മെത്തേഡ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം? ഡയറക്റ്റീവ് മെത്തേഡ് വേണോ പാർട്ടിസിപ്പേറ്റീവ് മെത്തേഡ് വേണോ? അവിടെ നല്ലത് ഏത് മെത്തേഡായിരിക്കും? പാർട്ടിസിപ്പേറ്റീവ് മെത്തേഡായിരിക്കും. കാരണം നമ്മൾ പറഞ്ഞത് അതേപടി അവർ അനുസരിച്ചോളണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇത്തിരി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇത്തിരി കേപ്പബിലിറ്റീസ് കൂടുതലുള്ള എംപ്ലോയീസ് ആണെങ്കിൽ പ്രത്യേകിച്ചും അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്തും, അവരവരുടെ അഭിപ്രായം പറയും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അല്ലേ? അപ്പോൾ നല്ലത് ഏത് മെത്തേഡ് സ്വീകരിക്കുന്നതാ? അവരുടെയും കൂടി അഭിപ്രായം അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ എംപ്ലോയീസ് നല്ല മെച്യൂരിറ്റി ഉള്ള ആൾക്കാരാണ്, നമ്മളെക്കാളും നല്ല രീതിയിൽ ഓർഗനൈസേഷനെ കുറിച്ച് സ്വപ്നം കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പാർട്ടിസിപ്പേഷൻ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അതിൽ വാങ്ങാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പൊസിഷൻ പവർ ഓഫ് ദി ചേഞ്ച് ഏജൻറ്റ്. Position power of the change agent. And who is a change agent? ആരാണ് ഈ ചേഞ്ച് ഏജൻറ്റ്? അതൊരു പുതിയൊരു ടേമാണ് ഇവിടെ കേട്ടത് അല്ലേ? ചേഞ്ച് മാനേജ്മെൻറ്റിൽ കേൾക്കുന്ന ഒരു പുതിയ ടേമാണ് ചേഞ്ച് ഏജൻറ്റ്. ഹു ഈസ് ചേഞ്ച് ഏജൻറ്റ്? ആരാണോ ചേഞ്ച് കൊണ്ടുവരുന്നത് അല്ലേ? ചേഞ്ച് കൊണ്ടുവരും. ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡായിരിക്കാം ചേഞ്ച് കൊണ്ടുവരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിലിരിക്കുന്ന ആളായിരിക്കാം ചേഞ്ച് കൊണ്ടുവരുന്നത്, ചീഫ് എക്സിക്യൂട്ടീവ് CEO ആയിരിക്കാം ചേഞ്ച് കൊണ്ടുവരുന്നത്. ആ പവർ ഓഫ് ചേഞ്ച് ഏജൻറ്റ്, ആ ചേഞ്ച് ഏജൻറ്റിൻ്റെ പൊസിഷൻ പവർ, ഇറ്റ് വിൽ സർട്ടൺലി എഫക്റ്റ് ആൻഡ് ഇറ്റ്സ് എ ഫാക്ടർ ടു ബി കൺസിഡേർഡ് in the selection of participative method and the directive method. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നല്ല പൊസിഷനിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ അനുസരിക്കും എന്നുള്ള പൊസിഷനിലിരിക്കുന്ന ആളാണ് അത് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് മെത്തേഡ് ആക്സെപ്റ്റ് ചെയ്യാം? വി ക്യാൻ ആക്സെപ്റ്റ് ദ ഡയറക്റ്റീവ് മെത്തേഡ് അല്ലേ? നമുക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല നമുക്കത് ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ തേടാൻ വേണ്ടിയിട്ട്. അതേസമയം ഈ ചേഞ്ച് കൊണ്ടുവരുന്ന ആൾ അല്ലെങ്കിൽ ചേഞ്ചിന് ചുക്കാൻ പിടിക്കുന്ന വ്യക്തി ഹീസ് അറ്റ് എ ഹയർ പൊസിഷൻ ഇൻ അവർ ഓർഗനൈസേഷൻ എങ്കിൽ അവിടെ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? അയാൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ചേഞ്ച് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ? ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് communication pattern in the organization. And what is communication pattern? നമുക്കറിയാം, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ? ആൻഡ് ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇൻസൈഡ് ദി ഓർഗനൈസേഷൻ. അതിൻ്റെ ഒരു ഒഫീഷ്യൽ പാറ്റേൺ അവിടെ ഉണ്ടാവും അല്ലേ? ഒഫീഷ്യൽ പാറ്റേണിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രത്യേകിച്ചും ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ പോകാൻ പാടുള്ളൂ എന്ന് നമുക്കറിയാം അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ സംടൈംസ് ദർ മേ ബി ഇവിടെ രണ്ട് തരം കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. വൺ ഈസ് സ്റ്റാർ നെറ്റ്വർക്ക്, സ്റ്റാർ മെത്തേഡ് ഓഫ് communication, and another is circular method of communication. In the star network, both the superiors and the subordinates in an alternative manner simultaneously they are communicating with each other. That is star type of communication. But in circular type of communication, the communication starts from the superiors and again goes to the subordinates and then it again goes to the superiors. And it will take some more time to complete this communication pattern, communication system. So it is said that in star type of communication network, we can follow a type of directive method of change management, and if it is circular method, we can adopt ഏതായിരിക്കും? സർക്കുലർ മെത്തേഡാണ്. സുപ്പീരിയേഴ്സിൽ നിന്ന് പാസ് ചെയ്ത് സബോർഡിനേറ്റ്സിലേക്ക് എത്തി, വീണ്ടും സബോർഡിനേറ്റ്സിൽ നിന്ന് കുറച്ചും കൂടി സമയം കഴിഞ്ഞ് കുറച്ച് സമയം എടുത്തിട്ട് അത് ആരിലേക്ക് എത്തുക? സുപ്പീരിയേഴ്സിലേക്ക് എത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റീവ് മെത്തേഡായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതേസമയം സൈമൾട്ടേനിയസ് ആയിട്ട് അത് നടക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്നിനും വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ടതില്ല, നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റീവ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബാലൻസ് ഓഫ് ഫോഴ്സസ്.
ഫോഴ്സുകളുടെ ബാലൻസ്. ഇവിടെ നമ്മൾ നേരത്തെ രണ്ട് ബാലൻസുകളെ കുറിച്ച്, രണ്ട് ഫോഴ്സുകളെ കുറിച്ച് പറഞ്ഞു അല്ലേ. അത് ഏതൊക്കെയാണ് ഫോഴ്സ്? റിഫ്രെയിനിങ് ഫോഴ്സ് ആൻഡ് ഡ്രൈവിംഗ് ഫോഴ്സ്. റിഫ്രെയിനിങ് ഫോഴ്സിനെ വിളിക്കുന്ന വേറൊരു പേരാണ് റെസിസ്റ്റൻസ് ഫോഴ്സ് അല്ലേ. ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫേവറബിൾ ആയിട്ടുള്ള ഫോഴ്സ്, ചേഞ്ചിനോട് ഫേവറബിൾ ആയിട്ട്. 100 പേരുണ്ടെങ്കിൽ 50 പേര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 50 പേർക്കും എന്താ ഉള്ളത്? ഡ്രൈവിംഗ് ഫോഴ്സ് ആണുള്ളത്. അതേസമയം ബാക്കി 50 പേര് അതിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 50 പേർക്കുള്ള ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് റിഫ്രെയിനിങ് ഫോഴ്സ് ഓർ റെസിസ്റ്റൻസ് ഫോഴ്സ് അല്ലേ. അപ്പോൾ ഈ ഫോഴ്സുകളുടെ ബാലൻസ്, ആ ബാലൻസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? മെത്തേഡ് സെലക്ട് ചെയ്യണം. അതായത് ഇതിൽ ഇപ്പോൾ ഡ്രൈവിംഗ് ഫോഴ്സിനേക്കാളും സ്ട്രോങ്ങറാണ് നമ്മുടെ റിഫ്രെയിനിങ് ഫോഴ്സ് എങ്കിൽ ഏത് മെത്തേഡ് സെലക്ട് ചെയ്യായിരിക്കും നല്ലത്? പാർട്ടിസിപ്പേറ്റീവ് മെത്തേഡ്. ഡ്രൈവിംഗ് ഫോഴ്സിനേക്കാളും നമ്മുടെ റിഫ്രെയിനിങ് ഫോഴ്സാണ് ഭയങ്കര സ്ട്രോങ്ങർ ആയിട്ടുള്ളതെങ്കിൽ പിന്നെ നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. ഡയറക്റ്റ് മെത്തേഡ് പരീക്ഷിച്ചിട്ടും വലിയ കാര്യമില്ല. അപ്പം നമ്മൾ പരീക്ഷിക്കാവുന്നത് ഏത് മെത്തേഡ് തന്നെയാണ്? പാർട്ടിസിപ്പേറ്റീവ് മെത്തേഡ്. അതേസമയം ഡ്രൈവിംഗ് ഫോഴ്സിനാണ് സ്ട്രെങ്ത് കൂടുതൽ ഏതിനേക്കാളും, റിഫ്രെയിനിങ് ഫോഴ്സിനേക്കാളും. നമ്മൾ നേരത്തെ കണ്ടു ഇതെങ്ങനെയാണ് ബാലൻസ്ഡ് ആവണേന്ന്. കർട്ട് ലെവിൻ അങ്ങനെ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാവുന്നത് ഏതാ? വി ക്യാൻ അഡാപ്റ്റ് ദിസ് ഡിറക്റ്റീവ് മെത്തേഡ്. അവിടെ എല്ലാവർക്കും ഒരുവിധം സമ്മതമാണ്. പിന്നെ അവിടെ വേറെ നമുക്ക് പാർട്ടിസിപ്പേഷൻ ചോദിച്ചു വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നേരിട്ട് അത് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ? ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് consequences. The next factor we should analyze is consequences. And what do you mean by consequences? Consequences means if we are introducing a change in our organization, what will be the consequences of that change to the job offer, the performance of job of an individual or an individual worker in our organization. നമ്മളൊരു ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണത് വർക്കേഴ്സിൻ്റെ ജോബിനെ ഡയറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്? അങ്ങനെ കൂടുതലും എഫക്റ്റ് ചെയ്യുന്ന ഒരു കോൺസിക്വൻസ് ആണ് അവിടെ ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെയും കൂടി ഇൻവോൾവ്മെൻറ്റോട് കൂടിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. വേറെ അവിടെ ചോദ്യമില്ല. അതേസമയം അവരുടെ പൊസിഷനെയോ അല്ലെങ്കിൽ അവരുടെ അതോറിറ്റീസ് റെസ്പോൺസിബിലിറ്റീസിനെയോ അവർ ചെയ്യുന്ന വർക്കുകളെയോ നേരിട്ട് എഫക്റ്റ് ചെയ്യാത്ത, ഏതെങ്കിലും രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുള്ളത് നമുക്കറിയാമെങ്കിലും നേരിട്ട് എഫക്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള കോൺസിക്വൻസ് ആണ് ചേഞ്ച് കൊണ്ട് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് പരിശോധിക്കാവുന്നതാണ്, ഏത് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്? നമ്മുടെ ഡിറക്റ്റീവ് മെത്തേഡ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. സോ next one is introduction of changes in phases. The change should not be introduced at one time. It should be introduced in phases, and phasing may be either temporal or spatial in terms of various parts of the organization. Introduction നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അതിനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? അറ്റ് വൺസ് ഒരു ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ പെട്ടെന്നുണ്ടാവുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ആൾക്കാർക്ക് ചിലപ്പോൾ എന്ത് ചെയ്തെന്ന് വരില്ല, സാധിച്ചു എന്ന് വരില്ല. അറ്റ് വൺസ് ആയിട്ട് അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ മുൻകൂട്ടി ആരുടെ പെർമിഷൻ വാങ്ങിച്ചിരിക്കണം? എംപ്ലോയീസിൻ്റെ പെർമിഷൻ അവിടെ വാങ്ങിച്ചിരിക്കണം. അറ്റ് വൺസ് ആയിട്ട് ചെയ്യുന്നത് മിക്കവാറും ഡയറക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം ഫേസ് ബൈ ഫേസ് ആയിട്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുവിധം എംപ്ലോയീസിൻ്റെയും കൂടി പാർട്ടിസിപ്പേഷനോട് കൂടി നമുക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് ഷുഡ് ബി കൺസിഡേർഡ് ഇൻ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ചേഞ്ചിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, ഫാക്ടേഴ്സാണ്. ഡിറക്റ്റീവ് മെത്തേഡ് വേണോ പാർട്ടിസിപ്പേഷൻ മെത്തേഡ് വേണോ എന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സാണ് എവിടെ പറഞ്ഞത്, നമ്മൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു തീർന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് രണ്ടാമത്തെ കമ്പോണൻറ്റും മൂന്നാമത്തെ കമ്പോണൻ്റാണ് എന്ത് ചെയ്തത് കണ്ടത്. രണ്ടാമത്തെ കമ്പോണൻ്റായിട്ടുള്ള നമ്മുടെ പ്രോസസ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന അതിലാണ് റെസിസ്റ്റൻസ് നമ്മൾ പഠിച്ചത്.
മൂന്നാമത്തെ കമ്പോണൻ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഓഫ് ചേഞ്ചും നമ്മൾ എന്ത് ചെയ്തു. ആൻഡ് ദ ഫോർത്ത് component of change management is monitoring progress and making changes permanent. പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുക, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചേഞ്ച് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നുള്ളത് പരിശോധിക്കുക. ആൻഡ് if we feels that it is not that much bad, we can go with it and we can make it permanent. Okay, so that's the last stage or last component of change management. And we should analyze and we should monitor the progress of change, and there should be an efficient feedback system also inside the business organization. തീർച്ചയായിട്ടും നല്ലൊരു ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ആ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എത്രത്തോളം ആൾക്കാർ അത് ഏറ്റെടുത്തു കഴിഞ്ഞു, എത്രത്തോളം എംപ്ലോയീസ് അതിനെ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഫീഡ്ബാക്ക് സിസ്റ്റം നമുക്ക് വേണം. പല രീതിയിൽ നമുക്ക് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. and at the same time that change should be institutionalized. Institutionalized means change should be accepted by every person and by every departments inside the organization, and then only we can make that change as a permanent change. And for that purpose we can do certain additional things inside the organization, and those additional things are given as 5 important points. 5 പ്രധാനപ്പെട്ട പോയിന്റുകളാക്കിയിട്ട് അതിനെ അതിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. നമുക്ക് ആ പോയിന്റുകളൊന്ന് നോക്കി നോക്കാം. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് മോട്ടിവേറ്റിംഗ് ദ ചേഞ്ച്. Motivating the change. And what do you mean by motivating the change? All the people should be motivated to accept the change, and we should അവിടെ 2 കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത്. We should create a readiness for the change among employees, and at the same time we should overcome the resistance to change. നമ്മൾ നേരത്തെ കഴിഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടതാണ്, എങ്കിലും അത് വീണ്ടും ഇവിടെ നമ്മൾ ആവർത്തിച്ച് പറയുകയാണ്. ചിലപ്പോൾ ഇനിയും ചില പ്രതിരോധങ്ങൾ നമുക്ക് ഉണ്ടായി എന്ന് വരാം. അതുണ്ടെങ്കിൽ തന്നെ നമ്മൾ മാക്സിമം അതിനെ ഓവർകം ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ക്രിയേറ്റിംഗ് എ ഷെയർഡ് വിഷൻ. Creating a shared vision, that is we should energize our employees to as a committed persons for the change. At the same time we should describe a desired future state. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയീസിനെ എനർജൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ഒരു ഷെയർഡ് വിഷൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. എനർജൈസിങ് ദ കമ്മിറ്റ്മെൻറ്റ് ആസ് വെൽ ആസ് ഡിസ്ക്രൈബിങ് എ ഡിസയേർഡ് ഫ്യൂച്ചർ സ്റ്റേറ്റ്. ഒരു ഡിസയേർഡ് ഫ്യൂച്ചർ സ്റ്റേറ്റ് എന്ത് ചെയ്യുക, നമ്മൾ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ സ്വപ്നം, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് അവരെ മനസ്സിലാക്കുകയും അത് അവരുടെ സ്വപ്നമാക്കി അവരെ ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒന്നും കുഴപ്പമില്ലാതെ വരും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡെവലപ്പിംഗ് പൊളിറ്റിക്കൽ സപ്പോർട്ട് ഫോർ ദ നീഡഡ് ചേഞ്ച്. ഡെവലപ്പിംഗ് എ പൊളിറ്റിക്കൽ സപ്പോർട്ട് ഫോർ ദി നീഡഡ് ചേഞ്ച്. അതായത് ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട്, എസ്പെഷ്യലി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഓർഗനൈസേഷനിൽ ചേഞ്ച് കൊണ്ടുവരികയും അത് ആരുടെയെങ്കിലും എംപ്ലോയീസിൻ്റെ ജോബിനെ അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രേഡ് യൂണിയൻസ് വെറുതെ ഇരിക്കില്ല, അല്ലേ? അപ്പോൾ അവരുടെ ആ ഒരു അസഹിഷ്ണുത നമ്മൾ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതാണ് ഇവിടെ പൊളിറ്റിക്കൽ സപ്പോർട്ട് എന്നുള്ള ഒരു ഇതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആവുന്നത്ര നമ്മൾ അവരെ ആ ഒരു ചേഞ്ചിനെ അവർക്കും കൂടി ഉൾക്കൊള്ളാൻ പാകത്തിനായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെയ്യണം. അതിന് പ്രധാനമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് ചേഞ്ച് ഏജൻറ്റിൻ്റെ ഒരു പൊസിഷൻ നല്ലൊരു പൊസിഷനാണെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ സപ്പോർട്ട് നമുക്ക് കിട്ടാവുന്നൊരു പൊസിഷനാണെങ്കിൽ പ്രശ്നമില്ല. അതോടൊപ്പം തന്നെ ഐഡൻറ്റിഫൈങ് ദ കീ ഷെയർ ഹോൾഡേഴ്സ് കുറേ ഉണ്ടാവും. അതേസമയം അതിൽ ചില പ്രധാനപ്പെട്ട ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. മേജർ ഷെയർസ് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ്. ദ പൊളിറ്റിക്കൽ പവർ ഓർ പൊളിറ്റിക്കൽ സപ്പോർട്ട് ഷുഡ് ബി എൻഷുവേർഡ്, ആൻഡ് we should identify the key shareholders as well as we should also identify the influencing stakeholders also.
ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അപ്പോൾ ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി നമുക്ക് ചേഞ്ചിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ആൻഡ് the next one is managing the transition from the current state to the desired future state. കറണ്ട് സ്റ്റേറ്റിൽ നിന്നും ഡിസയേർഡ് ഫ്യൂച്ചർ സ്റ്റേറ്റിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ, അതിനെ നമുക്ക് എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, മാനേജ് ചെയ്യാനായിട്ട് സാധിക്കണം. അതിന് കൃത്യമായിട്ടുള്ള ആക്ടിവിറ്റി പ്ലാനിങ് നമുക്ക് വേണം, കമ്മിറ്റ്മെൻറ്റ് പ്ലാനിങ് വേണം. അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് സ്ട്രക്ചർ നമുക്ക് വെൽ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കണം, അല്ലേ? കൃത്യമായിട്ട് അതെങ്ങനെയാണ് ആ ട്രാൻസിഷൻ നടക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ആ ഓരോ മൈന്യൂട്ടായിട്ടുള്ള സ്റ്റെപ്സും നമ്മുടെ മനസ്സിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓരോരുത്തരുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻസ്, അവരുടെ കമ്മിറ്റ്മെൻറ്റ് എത്രയായിരിക്കണം എന്നുള്ളത് നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ പുതിയ മാനേജ്മെൻറ്റ് സ്ട്രക്ചർ, ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന ചേഞ്ച് ആണെങ്കിൽ പ്രത്യേകിച്ചും സ്ട്രക്ചർ എങ്ങനെയാണ് വരിക എന്നുള്ളത് അത് നമുക്ക് പറയാൻ സാധിക്കണം. ആവശ്യമെങ്കിൽ അത് ഡ്രോ ചെയ്യാൻ നമുക്ക് സാധിക്കണം, എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ആൻഡ് നെക്സ്റ്റ് വൺ, സസ്റ്റെയിനിങ് ദ മൊമെൻറ്റം ഓഫ് ചേഞ്ച്. ആ ഒരു സസ്റ്റെയിനൻസ് ലെവലിൽ, ഒരു ലോങ് ലാസ്റ്റിംഗ് ലെവലിൽ അതിനെങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും, ആ ഒരു ചേഞ്ചിനെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എങ്ങനെ നിലനിർത്താനായിട്ട് സാധിക്കും. ദാറ്റ് മീൻസ് അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, providing the resources for change, building a support system for change agents, developing new competencies and skills, and reinforcing new behaviors. These are the various things that we can do. First one, പ്രൊവൈഡിങ്. നമ്മൾ ചേഞ്ച് വരുത്തിയത് കൊണ്ട് മാത്രമായില്ല, അതൊരു കുറച്ച് കാലത്തേക്കെങ്കിലും അത് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം, അല്ലേ? ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം നമ്മൾ തീരുമാനിച്ചു, ആ തീരുമാനം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിന് വേണ്ട റോ മെറ്റീരിയൽസോ അതിന് വേണ്ട നല്ല നല്ല മെഷീനറികളോ നമുക്ക് അവൈലബിൾ ആയില്ലെങ്കിൽ ആ ചേഞ്ച് കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. അപ്പോൾ വേണ്ട റിസോഴ്സുകൾ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ബിൽഡിംഗ് എ സപ്പോർട്ട് സിസ്റ്റം ഫോർ ദി ചേഞ്ചിങ് ഏജൻസിന് വേണ്ട ഒരു സപ്പോർട്ട് സിസ്റ്റം, നമുക്ക് ഒരു സപ്പോർട്ടിങ് എൻവിയോൺമെൻറ്റ് കൊടുക്കാൻ പറ്റണം. ന്യൂ കോമ്പറ്റൻറ്റ് എംപ്ലോയീസിന് വേണ്ടി പുതിയ കോമ്പറ്റൻസീസ്, പുതിയ സ്കില്ലുകൾ, പുതിയ കഴിവുകൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അതിന് വേണ്ട മാർഗങ്ങൾ നമ്മൾ നോക്കണം. പുതിയ ബിഹേവിയേഴ്സ്, റീഇൻഫോഴ്സിങ് ന്യൂ ബിഹേവിയേഴ്സ്, പുതിയ ബിഹേവിയറിനെ കൊണ്ടുവരാൻ, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൊടുത്തിരിക്കണം. സോ ദിസ് ആർ ദി important steps that we can take at the last stage of last component of this change management, that is monitoring progress and making change permanent. Okay, ഇവിടെ ഈ ലാസ്റ്റ് കമ്പോണൻറ്റിൽ കുറച്ചധികം പോയിൻറ്റ്സുകൾ, അവിടെ കുഞ്ഞു പോയിൻറ്റ്സുകൾ പറയുന്നുണ്ട്. മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്കത് എന്ത് ചെയ്യാം, പഠിക്കാം. സോ these are the important steps in change management. There we have seen four important components of change management, and they were, the first component was type and dimension of change management. Next one was process of change management. Third one was the introduction of change, and the last one was monitoring the progress and making the change as a permanent method. So with this we can conclude change management as an inevitable part of organization, and we should manage change, then only our organization will become a great success. So with this we can conclude today's class, and we will meet in the next class. Okay, thank you.